മുത്തുമണികളെ മാഷാ കൊല്ലും മാഷാ അടിപൊളി കോട്ടേഴ്സ്. ഏതാ കോട്ടേഴ്സ് 4 ഫാമിലിക്ക് സൂപ്പറായിട്ട് പാർക്കിങ്ങോടുള്ള കോട്ടേഴ്സ് കേട്ടോ. ഇതാണ് ഇതിനുള്ളിലെ അവസ്ഥ. നമുക്കിതൊക്കെ തോത്തി ക്ലീൻ ചെയ്യാനുള്ള പുതിയ കോട്ടേഴ്സാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് മൊത്തം ഈ ടൈലും കാര്യം അടുക്കളയെത്തി 2 ബെഡ്റൂമും ഒരു വലിയ ഡൈനിങ് ഹാളും 2 ബെഡ്റൂമിലും ഓരോ ബാത്റൂമുണ്ട്. എല്ലാം തോത്തി സെറ്റാക്കണം. ഫുൾ മിയാക്കണം. 100ക്ക് 101 മുത്തുമണി അടുക്കളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം അടുക്കള. നമ്മൾ ആഫ്റ്ററിൽ കാണിച്ചു തന്നെ ശരിക്കും എല്ലാം അല്ലേ. ഇതൊക്കെ ബാത്റൂമിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടെങ്കിൽ പറ്റങ്ങത് എല്ലാം പണിൻ്റെ ഭാഗമായിട്ട് പൊടിയൊന്നാണ്. എല്ലാം തൂത്തി സെറ്റാക്കണം. ഈ അടിയിൽ ടൈൽസിൽ ഒരുപാട് സ്റ്റിക്കർ ഒടിച്ചിന് ടൈൽസിന് വേണ്ടിക്കണം. അത് ആദ്യം നമുക്ക് പറിച്ചാൽ അതാണ് നമുക്ക് ഒരുപാട് വ്യാഴ്ചയിലേറെ പണി വന്നത്. പറിച്ചാലും ആ പ്രശ്നം തീരും. ഇതിനുള്ളൊക്കെ നമുക്ക് സെറ്റാക്കൂടാ. ആ സെൽഫിനുള്ളെല്ലാം നമ്മൾ തോത്തി സെറ്റാക്കുക. നമ്മളെ നാട്ടിലെ അധ്വാക്കാരനെ കാക്കേണ്ട നമ്മളെ കൂടെ നമ്മളെ അയൽവാസിയാണ്. അല്ല അത് സ്റ്റിക്കർ പറിക്കണം. നമ്മൾ മുകളിൽ റാക്കോടൊക്കെ തോത്തിക്കൊണ്ടിരിക്കണം. ഇതാണ് പിന്നെ അൾമറിൻ്റെ ഒക്കെ മുകളിലത്തെ അവസ്ഥ. പൊടികളുണ്ടല്ലേ അങ്ങനെ നമ്മൾ വർക്ക് തോത്തിക്കൊണ്ടിരിക്കണം. ഏറെ കുറേയൊക്കെ വർക്ക് കൊടുത്തിട്ടുള്ള ബിഫോർ ആഫ്റ്റർ ഉണ്ടാവും. കാരണം ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ആഫ്റ്റർ. 3 മിനിറ്റല്ലേ സോഴ്സ് പാടുള്ളൂ. അപ്പോൾ അടിച്ച് മിഞ്ഞും പൊടിയാണ് കണ്ടില്ലേ. ഡോർമലെ കുറേ പറിച്ചാണ്. ഡോറിൻ്റെ അവസ്ഥ അതാ പൊടി ഉണ്ട് കണ്ടില്ലേ. അതൊക്കെ നമ്മൾ തോത്തി സെറ്റാക്കുമ്പോൾ നമ്മളെ തോത്തി ഇങ്ങനെ വരുന്നതാണ്. ഏതൊക്കെയാണ് തോത്തിയപ്പോൾ തന്നെ ഉണ്ടല്ലോ മേലൊക്കെ ഗ്ലേസിങ്. പിന്നെ ജനാലിൻ്റെ കമ്പികൾ കംപ്ലീറ്റ് തോത്താണ്. പിന്നെ അടിയിൽ ഇല്ല സ്റ്റിക്കർ പറിച്ചതിൻ്റെ ശേഷം അതിൻ്റെ പസ കംപ്ലീറ്റ് ഉണ്ടല്ലേ. ഇതാണ് നമുക്ക് ഇവിടെ പണി കൂടാനുള്ള മെയിൻ കാരണം. അത് നമ്മൾ എന്ത് ചെയ്യണം, ഉരത്തി പോക്കണം. ഉണ്ടാവും ടിന്നറിട്ടിട്ട് ഉരത്തി പോക്കും. ഫുൾ ആ സീലുണ്ട് ഉരത്തി പോക്കുക. പിന്നെ അത് അടിച്ചേറി തുടങ്ങി മുത്തുമണികളെ അതിലൊക്കെ അടിച്ചേരി കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിത് തുടപ്പണി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ ബാത്റൂം ടൈലും ക്ലോസറ്റും എല്ലാം മൊത്തത്തിൽ പൊടി മാത്രമുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കേജിയാണ് വൃത്തിയാക്കുക സെറ്റാക്കാൻ. അത് ആഫ്റ്റർ മൊത്തം കണ്ടോളി എങ്ങനെയുണ്ട്. ഏതാ ലുക്കല്ലേ. കണ്ണാടൊക്കെ ഗ്ലൈസിങ് കൂട്ടിയിട്ട് ഇവിടെ നിന്നുള്ള സ്റ്റിക്കറും കാര്യമൊക്കെ പറിച്ച് നല്ല അടി കണ്ട കിച്ചണിലെ കണ്ടെങ്കിൽ റാക്ക് ഏതാ ലുക്ക് ഉണ്ടല്ലേ സെറ്റാക്കി. ഇത് നമ്മളെ ലാസ്റ്റ് ഫൈനൽ വർക്കായിരുന്നു കേട്ടോ ഈ കോട്ടേഴ്സിൽ. മൂന്നാമത്തെ ദിവസത്തെ വർക്കാണ് നമ്മൾ കോട്ടേഴ്സിൻ്റെ കണ്ടില്ലേ. ഏതായാലും തെളുങ്ങണതാണ്. നല്ല സൗകര്യമുള്ള കോട്ടേഴ്സാണ് മുത്തുമണി. ജിപ്സം വർക്കൊക്കെ ചെയ്ത് എല്ലാം ഉണ്ടല്ലോ. ഏതല്ല നമ്മളെ പേരയും കൂടി നേരം അത്ര കണ്ടീഷൻ. ബാത്റൂമൊക്കെ കണ്ടില്ല തെളുങ്ങണ്. നമ്മളെ ലാസ്റ്റ് ഫൈനൽ വർക്ക് ദിവസമാണ്. പിന്നെ ഇവിടെ സ്റ്റെപ്പും കാര്യമൊക്കെ അടിച്ചേരി തുടച്ചതൊക്കെ ഉണ്ടല്ലേ. ഇതെല്ലാം ഈ കാണുന്ന ഗ്രില്ലും കാര്യമൊക്കെ അത് ഏറെ നമ്മൾ വർക്കും വീഡിയോ കൊടുത്തിട്ടില്ല. സോഴ്സ് ആയതുകൊണ്ട് വീഡിയോയിൽ ലെൻത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടല്ലേ. അതൊക്കെ തോത്തി സെറ്റാക്കി കൊടുത്ത് വിലക്കെ ഫുൾ പൊടിയുണ്ടല്ലേ. ഈ കമ്പിയും കാര്യം സ്റ്റീലിൻ്റെ കമ്പിയൊക്കെ നമ്മൾ തോത്തി സെറ്റാക്കി. പിന്നെ അടിയിലത്തെ ഏറ്റവും ഈ സ്ഥലമല്ല വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, മുറ്റാണ്. ഇത് കംപ്ലീറ്റ് അടിച്ചേരി സെറ്റാക്കട്ടെ നമുക്ക്. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പിന്നെ ആഫ്റ്ററിൽ കാണിച്ചിട്ടോ. വീഡിയോ ഇത് ലാസ്റ്റ് വന്നതുകൊണ്ട് ഇതിന് ആഫ്റ്റർ നമ്മൾ കാണിച്ചല്ലോ. അവിടെ കുക്കോലത്തിരി ആദ്യം അതിന് ബിഫോർ നമ്മൾ കാണിച്ചിട്ടില്ലേ. ഇപ്പോൾ ബിഫോർ രണ്ടാമത് നമ്മൾ കാണിച്ചത് ആഫ്റ്ററിന് ശേഷം. പിന്നെ നമ്മൾ അടിച്ചേരി കൊടുക്കണം. മറ്റാൾ അവിടെ നിന്ന് അടിച്ചേരും, ഞാൻ ഇവിടെ നിന്ന് അടിച്ചേരി. അത് രണ്ടാവിടെ അടിച്ചേരി ആ മുറ്റം കംപ്ലീറ്റ് അടിച്ചേരി വൃദ്ധാതിൻ്റെ ആഫ്റ്റർ ഉണ്ടല്ലേ. ഇതോടെ നമ്മൾ വൈബങ്ങ് ഫിനിഷ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു. അങ്ങനെ ഇവിടുത്തെ വർക്ക് ഫുൾ ഫിനിഷ്.